നമുക്കെല്ലാവർക്കും ഡയാലിസിസ് എന്ന വാക്ക് ഇപ്പോൾ പരിചിതമാണല്ലേ. പക്ഷേ ഈ CRRT എന്ന ടെക്നോളജിയെ പറ്റി അധികം ആരും കേട്ടിട്ടില്ല. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് മുൻപ് ഡയാലിസിസ് കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്ത പലതരം കിഡ്നി പ്രോബ്ലംസിനെയും വൃക്ക രോഗങ്ങളെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വൃക്ക രോഗങ്ങളെപ്പറ്റി അറിയണം. വൃക്ക രോഗങ്ങൾ നമുക്ക് പ്രധാനമായും 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയും ക്രോണിക് കിഡ്നി ഡിസീസ്. ഈ CKD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലമായി കിഡ്നിയുടെ പ്രവർത്തനം പതുക്കെ കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഹീമോ ഡയാലിസിസ്, അതായത് സാധാ ഡയാലിസിസ് എന്ന് പറയും. അതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ്. അവിടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന യൂറിയ, ക്രിയാറ്റിനിൻ മുതലായ യുറീമിക് ടോക്സിനുകളെ ശരീരത്തിൽ നിന്ന് കിഡ്നി മൂലം, വൃക്കകൾ മൂലം റിമൂവ് ചെയ്യാൻ പറ്റാത്ത, പുറത്തേക്ക് കളയാൻ പറ്റാത്തതിനെ ഡയാലിസിസിലൂടെ പുറത്ത് കളയുക എന്നുള്ളതാണ്. ഈ രോഗങ്ങളും അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയുന്ന വൃക്ക രോഗങ്ങളും പൂർണ്ണമായും വ്യത്യസ്തമാണ്. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന കിഡ്നി പ്രോബ്ലംസ്, കിഡ്നി ഡാമേജുകൾ. അത് പ്രധാനമായും നമ്മളുടെ കണ്ടുവരുന്നത് എലിപ്പനി, മലേറിയ പോലെയുള്ള ഇൻഫെക്ഷനുകൾ, അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻഫെക്ഷൻ്റെ അളവ് അധികമായി വരുന്ന സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷനുകൾ. രണ്ടാമതായി മറ്റ് അവയവങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് വരികയാണ്. ഇപ്പം ഹാർട്ട് പെട്ടെന്ന് പ്രവർത്തനം നിലച്ചു പോകും, ഒരു കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് വന്ന് കാർഡിയക് അറസ്റ്റ് വരുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ, ഇതും അല്ലെങ്കിൽ പാൻക്രിയാസ് പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്ന പാൻക്രിയാറ്റൈറ്റിസ്, അതല്ലെങ്കിൽ പോയ്സണിങ്, പലതരം വിഷാംശം അകത്തു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി അവയവങ്ങൾ തകരാറ് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബ്ലീഡിങ് സിവിയറായി വരുന്ന കണ്ടീഷനിൽ, ഇങ്ങനെയുള്ള മറ്റ് കണ്ടീഷൻസിലൊക്കെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വരുന്നത്. അത് പലപ്പോഴും ഒരു പൂർണ്ണമായും കിഡ്നി വൃക്കകൾ ഷട്ട് ഡൗണിലായി പോകുന്ന, നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണ അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിൽ വരുന്നത്. ഇതിൽ പലപ്പോഴും നമ്മൾ ഡയാലിസിസ് ചെയ്യുമെങ്കിലും ഇതിലൂടെ നമ്മൾ ഡയാലിസിസിൽ ഉദ്ദേശിക്കുന്ന പർപ്പസ്, അതിൻ്റെ യൂസ് വേറെയാണ്. CKDയിൽ യൂറിയ, ക്രിയാറ്റിൻ പോലെയുള്ളവ ശരീരത്തിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിൽ നമുക്ക് പല കാര്യങ്ങളും അതിന് പുറമേ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ഡയാലിസിസ്, CKDയുടെ ഡയാലിസിസ് പൂർണ്ണമായും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, നമ്മൾ പറഞ്ഞു ഈ ഇൻഫെക്ഷൻ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസിൽ വരുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിൽ പേഷ്യൻസ് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അവർക്ക് പലപ്പോഴും മറ്റ് അവയവങ്ങളുടെ ഡാമേജിനോടൊപ്പം തന്നെ കിഡ്നി ഡാമേജും വരും. അതായത് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വരുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ പലപ്പോഴും ഹാർട്ടിൻ്റെ പമ്പിങ് കുറവായിരിക്കും, പേഷ്യൻസിന് BP കുറവായിരിക്കും, വൃക്കകൾ പ്രവർത്തിക്കാത്തതിനാൽ മൂത്രം ഒട്ടും ഉണ്ടാവില്ല, അന്യൂറിക്കായിട്ടുള്ള, അതായത് മൂത്രമേ ഇല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കും. പലപ്പോഴും വെന്റിലേറ്റർ പോലെയുള്ള മറ്റ് മെഷീനുകളുടെ സഹായത്തോടെ ആയിരിക്കും ജീവൻ നിലനിർത്തുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ഹീമോ ഡയാലിസിസ് എടുക്കുമ്പോൾ, ഹീമോ ഡയാലിസിസിന് വേണ്ടി ബ്ലഡ് പുറത്തെടുത്ത് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഈ ശരീരത്തിൽ നിന്ന് ഇത്രയും ബ്ലഡ് പുറത്തു പോകുമ്പോൾ പേഷ്യൻ്റെ BP താഴ്ന്നു പോകാനും വീണ്ടും ഒരു ഹാർട്ട് അറസ്റ്റ് പോകാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും. ഈ സിറ്റുവേഷനിലാണ് CRRT എന്ന് പറയുന്ന ഡയാലിസിസിന് ഏറ്റവും ഉപയോഗപ്രദമായി വരുന്നത്. എന്തുകൊണ്ടെന്നാൽ പേര് പോലെ തന്നെ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, നമ്മുടെ കിഡ്നികൾ പ്രവർത്തിക്കുന്ന പോലെ, വൃക്കകൾ പ്രവർത്തിക്കുന്ന പോലെ ഒരു 72 മണിക്കൂറോളം തുടർച്ചയായി ചെയ്യുന്ന ഡയാലിസിസാണ് CRRT. അതിൽ മറ്റ് ഡയാലിസിസ് 4 മണിക്കൂർ ചെയ്യുമ്പോൾ ഇതിൽ CRRTയിൽ തുടർച്ചയായി കിഡ്നിയുടെ പ്രവർത്തനം പോലെ തന്നെ ശരീരത്തിൽ നിന്ന് ടോക്സിനുകളും ഈ മറ്റ് വിഷാംശങ്ങളും വെള്ളവും എല്ലാം റിമൂവ് ചെയ്തു പോകുമ്പോൾ ബോഡിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സമയത്ത് വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ നമ്മൾ എടുക്കേണ്ടി വരുന്നു. ഡയാലിസിസിൽ 250-300 ml ഒരു സമയത്ത് എടുക്കുമ്പോൾ ഇവിടെ 100 ml 50 ml അതിനകത്ത് മാത്രം ബ്ലഡ് എടുക്കുന്നു. അപ്പോൾ പേഷ്യൻസിന് പെട്ടെന്നുണ്ടാകുന്ന BP വ്യതിയാനങ്ങൾ, ഹാർട്ടിനും മറ്റ് അവയവങ്ങൾക്കും മേലെയുള്ള റിസ്ക് എല്ലാം വളരെ കുറവായിരിക്കും. മറ്റ് സാധാരണ ഡയാലിസിസ് എടുക്കുമ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന ഒരു പേഷ്യൻറ്റ് വളരെയധികം കംഫർട്ടബിളായി 72 മണിക്കൂറിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാവുന്നു. രണ്ടാമതായി മൂത്രം ഒട്ടും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും ഈ പേഷ്യൻസിനൊക്കെ നിറച്ച് ബ്ലഡും ഡ്രിപ്പും മരുന്നുകളും പ്ലാസ്മ പോലെയുള്ള സാധനങ്ങളും കൊടുക്കേണ്ടി വരും. മൂത്രം പുറത്തേക്ക് പോകാത്തൊരു പേഷ്യൻസിന് നമുക്ക്
ഒരു പരിധിക്കപ്പുറം അകത്തോട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കാനുള്ള പരിമിതികളുണ്ടാവും. പക്ഷേ CRRTയിൽ തുടർച്ചയായി ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം അകത്തേക്കും ഫ്ലൂയിഡ് രൂപത്തിലുള്ള പാരൻ്റൽ ന്യൂട്രീഷൻ പോലുള്ള ഫ്ലൂയിഡ്സ് എത്ര വേണമെങ്കിലും അകത്തേക്കും എത്ര വേണമെങ്കിലും പുറത്തേക്കും എടുക്കാവുന്നതാണ്. മൂന്നാമതായി മെയിനായിട്ട് നോക്കുമ്പോൾ സെപ്സിസ്, അതായത് അണുബാധ മൂലമുള്ള മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിൽ സെപ്സിസിൻ്റെ പലതരം അണുക്കളും ശരീരത്തിൽ കളക്റ്റാവും. ഇത് സാധാരണ ഡയാലിസിസ് വഴി നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. CRRTയിൽ ഈ പറയുന്ന സെപ്സിസിൻ്റേതായിട്ടുള്ളതും ലിവർ ഫെയിലിയർ മൂലം വരുന്ന അധികമായി വരുന്ന ടോക്സിൻസും നമുക്ക് CRRTയിലൂടെ റിമൂവ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഡയാലിസിസ് കൂടെ ഉണ്ടാകുന്ന മറ്റു പല കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിംഗ് പോലെയുള്ള പല റിസ്ക്കുകളും നമുക്ക് CRRTയിൽ ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ CRRTയിൽ ഡയാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹെപ്പാരിൻ പോലെയുള്ള മരുന്നുകൾ ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ CRRT എന്ന് പറയുന്ന ഈ ടെക്നോളജി ലോകത്തിലെവിടെയും എന്ന പോലെ നമുക്ക് SUTയിലും ഇത് സ്ഥിരമായി ചെയ്തു വരുന്നൊരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് മുൻപ് ചികിത്സ പലർക്കും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോകുന്ന പല അവസരത്തിലും ഇപ്പോൾ നമുക്ക് അത് സുഗമമായി ചികിത്സിച്ച് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് പോലുള്ള ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു ഡയാലിസിസ് ചെയ്ത് വീണ്ടും ഒരു കാർഡിയക് അറസ്റ്റ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഡയാലിസിസ് വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സ്റ്റേജ് ഒരു ഇതുവരെ വരും. പക്ഷേ അവർക്ക് പോലും ഇപ്പോൾ CRRT ചെയ്ത് വീണ്ടും പൂർണ്ണമായും നോർമൽ ജീവിതത്തിലേക്ക് വരാവുന്നതാണ്. CRRTയെ സംബന്ധിച്ചിടത്തോളം പരിമിതി എന്ന് പറയാൻ ഒരു പറയാനായിട്ടുള്ളത് മെയിനായിട്ട് വരുന്നത് ആ സമയത്ത് വരുന്ന കുറച്ചാണെങ്കിലും വരുന്ന ഒരു BP വേരിയേഷനും കാര്യങ്ങളും വരാം. പക്ഷേ എന്നിരുന്നാലും സാധാരണ ഡയാലിസിസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ 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 അധികം കുറവാണ്. രണ്ടാമത് തുടർച്ചയായി ശരീരത്തിൽ നിന്നും വിഷാംശങ്ങൾ ഇറങ്ങുന്നതിന് കൂടെ സോഡിയം, പൊട്ടാഷ്യം മുതലായവയും റിമൂവായി പോകാം. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ അടിക്കടി നമ്മളൊരു 4 മണിക്കൂർ കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വേണം നോക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അതൊഴിച്ചാൽ സാധാരണ ഡയാലിസിസുകളെ അപേക്ഷിച്ച് CRRT തികച്ചും ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.